ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്കൻ സാലഡാണ്. അപ്പം നമ്മൾ ഒരുപാട് സാലഡുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ റിച്ച് സാലഡ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഞാനിവിടെ ഉപ്പും കുരുമുളകും ലൈമും യൂസ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാനിതിൽ കാണിച്ചിട്ടില്ല, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ മാരിനേഷൻ പ്രോസസ്സ്. അപ്പോൾ ജസ്റ്റ് ഉപ്പ്, കുരുമുളക്, ലൈം ഇത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാലഡിലേക്കുള്ള സോസ് പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മളിവിടെ വൈറ്റ് സോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ ഇതിന് മുന്നത്തെ നമ്മുടെ വൈറ്റ് സോസ് പാസ്തയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടിയും പറഞ്ഞു തരാം, വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് മെൽട്ടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദപ്പൊടി ചേർത്തു. അപ്പോൾ മൈദപ്പൊടിയും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇതേ 1 കപ്പ് പാലൊഴിച്ചു. ഇനി ആ പാലൊന്ന് സെറ്റായി ഒന്ന് കുറുകി വരണം, അതാണ് നമ്മുടെ പാകം. അപ്പോൾ കുറുകി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സോസ് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സോസ് ഇത് ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് കുറുക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടി ഇട്ടിട്ട് അതിലത്തെ ഒന്ന് ടൈറ്റാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സാലഡിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ സാലഡ് വെള്ളം പോലെ ആയിട്ടിരിക്കും, അതായത് പെട്ടെന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോസ് കുറച്ച് കട്ടിയാക്കി എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയൊന്നും ആക്കരുത്, ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സോസൊക്കെ ഇതേ റെഡിയാക്കി ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബട്ടർ ഇട്ടിട്ട് 2 ഭാഗവും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാടൊന്നും ബട്ടർ യൂസ് ചെയ്തിട്ടില്ല, അതിൽ ഓയിലും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഇതേ ഞാനിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വലിയ കഷ്ണങ്ങളുമല്ല ഒരുപാട് പൊടിയായിട്ടുമല്ല അരിഞ്ഞിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ടും അരിയാം. അപ്പോൾ നമ്മളിത് ചിക്കനൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ആ ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം അതിലിപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ആ സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായി കിട്ടിക്കോളും. അതിനുശേഷം അതിലേക്ക് വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സബോള നീളനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റും, അത്യാവശ്യം ഒരു മീഡിയം സൈസ് ക്യാരറ്റും നീളനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാപ്സിക്കം, 2 കളർ ക്യാപ്സിക്കം ഉണ്ട്, അതും നീളനെ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിക്കനൊക്കെ കട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരുപാട് പൊടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. വെജിറ്റബിൾസ് ആയാലും ഒരുപാട് പൊടിയായിട്ട് അരിയണ്ട. നമ്മുടെ സാലഡിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ.
അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ സോസ് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ആ സോസിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാട് ലൂസായിട്ടല്ല ഞാൻ സോസ് എടുത്തിട്ടുള്ളത്. ഇത്രയും കട്ടി എന്തിന് വേണം, സോസിന് വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ സാലഡിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി എന്താ ചെയ്യുന്നത്, നമ്മുടെ സോസും അതേപോലെ തന്നെ ചിക്കനും വെജിറ്റബിൾസും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് നമ്മുടെ ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. മിക്സ് ചെയ്തിട്ട് ഞാൻ താഴ്ന്ന മുതൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.